ഹലോ, നമുക്ക് ഇന്ന് ഈവനിങ് ഒരു ചായയും കടി ഉണ്ടാക്കിയാലോ? എന്താ ഇപ്പം ഉണ്ടാക്കാം? ആ, വീട്ടിൽ ബ്രെഡ് ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു അടിപൊളി ഫ്രഞ്ച് ടോസ്റ്റ് ആയാലോ? പാലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് മുട്ടയും അതേപോലെ തന്നെ ബ്രെഡ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ഡിഷാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചായക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിഷ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ ബ്രെഡ്, അതേപോലെ തന്നെ 2 മുട്ട എടുക്കുന്നുണ്ട് ഞാൻ. ബ്രെഡിനനുസരിച്ചിട്ട് മുട്ട എടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് സോൾട്ടും അതേപോലെ തന്നെ കുരുമുളക്, പിന്നെ കുറച്ച് മധുരം വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒക്കെ എല്ലായിടത്തും ഒരേപോലെ എത്തണം. എന്നതിന് ശേഷം ഞാൻ എടുക്കുന്നത് നെയ്യാണ് കേട്ടോ എടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ പകരം സൺഫ്ലവർ ഓയിലിനും നെയ്യാവുമ്പോൾ ഹെൽത്തി അല്ലേ, അപ്പോൾ അത് കാരണത്തിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഇളക്കി വെച്ച ഈ ബാറ്ററിലേക്ക് നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കുക. ബ്രെഡ് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ടിട്ട് നന്നായിട്ട് അതിൽ മുക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു ഭാഗം ഏകദേശം ആയതിനു ശേഷം മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി വേവിക്കുക. എന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇതിലേക്ക് പാലൊക്കെ ഒഴിക്കാറുണ്ട് ഈ ബാറ്ററിലേക്ക്, അപ്പോൾ ബ്രെഡ് ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ചായക്കടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ഭക്ഷണം സെർവ് ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന വിധത്തിൽ സെർവ് ചെയ്യണതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രെഡ് ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറിയൊരു ഗാർണിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കട്ടൻ ചായയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഈവനിങ്ങിൽ കട്ടൻ ചായയാണ് ഞങ്ങൾക്കൊരു വൈബ്. അപ്പോൾ അത് കാരണത്താൽ കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആസ്വദിച്ച് ചായ അങ്ങ് കുടിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഓക്കെ, ബൈ.